ഇത്രയും കാലം ഞാനായിരുന്നു അവനെല്ലാം. ഇപ്പൊ പെട്ടെന്ന് ഞാൻ അവന് വേണ്ടാത്തവളായി. എന്നെ മുറിയുന്ന വരെ പുറത്താക്കി. അച്ഛാ, അമ്മയെ കരയച്ചന് ഇവന് ഒരു അവാർഡ് കൊടുക്കണം. അല്ല, ശിക്ഷ കൊടുക്കണം. എന്താണത്? അച്ഛാ, ഒന്നുമില്ല അച്ഛാ, ഞാനത് നോർമലായിട്ട് പറഞ്ഞതാ. അമ്മ അത് സീരിയസ് ആയിട്ട് എടുത്തു. അതെന്തെങ്കിലും ആവട്ടെ, അമ്മയ്ക്ക് സങ്കടമായോ? ആ, നീ ചെല്ല്, അമ്മയോട് സോറി പറ. സോറി പറയേ. അമ്മേ, സോറി അമ്മേ. പോവാണോ? അതെ, സാരില്ലമ്മേ, പോട്ടെ. ആദ്യമായിട്ടല്ലേ അവൻ വഴക്ക് പറയുന്നേ, അതുകൊണ്ടാ കരച്ചിൽ വന്നേ. ഇതൊരു തുടക്കം മാത്രമായിട്ട് കരുതിയാൽ മതി. ഇനി അതങ്ങ് ശീലമായിക്കോളൂ. കരച്ചിലൊന്നും വരില്ല. ഞാൻ പറയട്ടെ. ചന്ദ്രേ, വീട് അവൻ സോറി പറഞ്ഞില്ലേ, ഇനി നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. കരച്ചിലൊക്കെ നിർത്ത് കേട്ടോ. ശ്രുതിയെ വെറുക്കാൻ വേണ്ടിയാ അവന്റെ കയ്യിൽ ഏലസ് കിട്ടിയത്. പക്ഷേ ഇപ്പോ എന്നോട് വെറുപ്പുള്ളതുപോലെ അവന്റെ സംസാരം. എന്താ ഇങ്ങനെ? എന്താ സച്ചേട്ടാ, ചുമ്മാ ആളെ പേടിപ്പിക്കാൻ. കുട്ടികളി മാറിയിട്ടില്ല. നിങ്ങൾ ഇന്ന് ഞാൻ ദേവതി, എന്താ മോളെ? ഈ സച്ചേട്ടൻ പുറകിലൂടെ വന്ന് കൊച്ചുകുട്ടികളെ പോലെ പേടിപ്പിക്കുക അച്ഛാ. ആ, എങ്കിൽ പിന്നെ കൊടുത്തവനെ. നിന്നോ? അയ്യോ, സോറി സോറി, അറിയാതെ പറ്റിപ്പോയതാ. സോറി സോറി. എന്ത് സോറി? നീ തലേണെറിഞ്ഞെന്നെ കൊല്ലം നോക്കുമായിരുന്നോടി. തലേണ കൊണ്ടുള്ള ഏറ് കൊണ്ട് ആരെങ്കിലും മരിക്കുവോ? നീ ചിരിക്കണ്ട. കിട്ടിയ ചാൻസിന് അവള് കരുതി കൂട്ടി എന്റെ മുഖത്തേക്ക് എറിഞ്ഞതാ. ഈയിടെയായിട്ട് കുറച്ച് തിളപ്പ് കൂടുന്നുണ്ട് നിനക്ക്. ചന്ദ്രേ, അവളത് തമാശക്ക് സച്ചി എറിഞ്ഞതാ, ഞാൻ കണ്ടോ. അവൻ എറിഞ്ഞപ്പോ നിന്റെ മുഖത്ത് കൊണ്ടു, അല്ലാതെ അവൻ കരുതി കൂട്ടി എറിഞ്ഞതല്ല. ഇവളെ കരുതി കൂട്ടി ചെയ്തു തന്നെയാ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അമ്മേ, അറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്ക്. അല്ലാതെ ഞാൻ അമ്മേ മനഃപൂർവ്വം എറിയാൻ നോക്കോ? ആ തലയാണിക്ക് പകരമേ നല്ല ഫ്ലവർ വൈസ് എടുത്ത് എറിയണമായിരുന്നു. അപ്പൊ അമ്മയുടെ മൂക്ക് തന്നെ കുടഞ്ഞു പോയേനെ. മൂക്കുടഞ്ഞു പോയ അമ്മ എങ്ങനെ സംസാരിക്കും? സംസാരം കേൾക്കാൻ നല്ല രസമായിരിക്കും. എങ്ങനെയായിരിക്കും അമ്മ സംസാരിക്കാം? എല്ലാരും കൂടി എന്നെ കളിയാക്കല്ലേ? വന്ന് വന്ന് ആർക്കും എന്നെ ഒരു വിലയില്ല. ദേ, ഈ പൂക്കാരി എന്റെ മുന്നിൽ വാ തുറക്കില്ലായിരുന്നു. ഇപ്പൊ കളിയൊക്കെ ചിരിക്കുന്ന കണ്ടില്ലേ? നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാടി. ഇളിക്കുന്നോടി നീ. നിന്നെ ഇന്ന് ഞാൻ ഇത് എന്നോടുള്ള ദേഷ്യം തീർത്തതല്ലേ? അയ്യോ, ഞാൻ ഇവളെ അറിഞ്ഞതാ. നിർത്ത് നിർത്ത് നിർത്ത്. ഇതിന്റെ പേരിൽ അമ്മയെ മോനോട് തല്ലുകൂടണ്ട. ഡാ, നീ പോയേ. ചുമ്മാ ഒരു ആവശ്യമില്ലാതെ എല്ലാം കൂടി കിടന്ന് തല്ലു പിടിക്കുക. മോക്കനെ വല്ലതും കൊണ്ടാ? സുധി എന്താ ഇങ്ങനെ? എന്നെ കളിയാക്കി ചിരിച്ചു അവൻ. ഇതുവരെ അവൻ എന്നെ വെറുപ്പോടെ നോക്കിയിട്ടില്ല. ഇപ്പൊ അവൻ എന്താ പറ്റിയേ?
ജ്യൂസ് കുടിച്ച അഭൂഷണാവോന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്ന് കുടിച്ചു നോക്കിയാലോ? ഇവക്ക് ശരിക്കിതെന്താ പറ്റിയത്? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്നാലും എന്തായിരിക്കും? പപ്പായ എവിടെ? ആ, ഫ്രിഡ്ജിൽ കാണും. ഇതെവിടെ ഞാൻ കട്ട് ചെയ്തിടും? ആഹാ, ഇതെന്താ പപ്പായൊക്കെ? ജ്യൂസ് ഉണ്ടാക്കാനാണോ? അതെ. ശ്രീകാന്തിന് വേണ്ടിട്ടാ? അല്ല, ഇതെനിക്കാ. ഇപ്പൊ എന്തിനാ പപ്പായൊക്കെ കഴിക്കുന്നേ? വാ, ഭക്ഷണം കഴിക്കാറായല്ലോ. വേണ്ട, ഫുഡ് വേണ്ട. എനിക്ക് പപ്പായ മതി. എന്നാ നീ മാറി നിക്ക്, ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. ചേച്ചി പൊക്കോ. ഇങ്ങ് തന്നേ. താ, ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. ഇത് ഞാൻ ഉണ്ടാക്കി തന്നോളാം. എന്താ നിനക്കൊരു ടെൻഷൻ പോലെ? ഏയ്, ഒന്നുമില്ല ചേച്ചി. എന്നാ നീ ചെന്നിരുന്നു, ഞാൻ കൊണ്ടുവരാം. വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ആ, എന്നാ ആയിക്കോട്ടെ. വർഷേ, ദാ കുടിക്ക്. അതെ, കുടിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ ജ്യൂസും കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാം. പ്രശ്നമാവോ? പേടിയാവുന്നു. ഇവളെന്താ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നേ? പൂജാമുറി ചെയ്യേണ്ടത് അടുക്കളയെന്ന് ചെയ്യുന്നു. തല തിരിഞ്ഞവള് എന്തെങ്കിലും പറഞ്ഞു എന്റെ തലയിൽ കയറും. എന്തെങ്കിലും ചെയ്യട്ടെ. ഭഗവാനെ, ആഘോഷം നടക്കണം. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. എന്നെ കാത്തു രക്ഷിക്കണേ. എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പറഞ്ഞ പോലെ തന്നെ നടക്കണേ. ഓ, ഞങ്ങൾക്കൊക്കെ ചൂടുവെള്ളം, കെട്ടിയവന് ജ്യൂസ്. പൂക്കാരിയാള് കൊള്ളാം. അങ്ങനെ അവൻ ജ്യൂസ് കുടിക്കണ്ട. അയ്യേ, ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഭഗവാനെ, എന്നെ ശിക്ഷിക്കരുത്. അയ്യോ, ഇവിടെ നിന്ന് ജ്യൂസ് എവിടെ? ഇനി ആരെങ്കിലും എടുത്തോണ്ട് പോയോ?
എന്തൊക്കെ പറഞ്ഞാലും പൂക്കാരി എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാ. നാണമുണ്ടോ നിങ്ങക്ക്? ഏ വേറൊരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസ് എടുത്ത് കുടിച്ചിരിക്കുന്നു. നാണമുണ്ടോന്ന്? ദേ നാക്ക് കൂടുതൽ നീട്ടല്ലേ. നീട്ടും. നീട്ടി നിങ്ങൾ എന്ത് ചെയ്യും? നീട്ടി നോക്കടി. എന്താ വർഷ ഇത്? ചേച്ചി ചേച്ചി എനിക്ക് പപ്പായ ജ്യൂസ് ഉണ്ടാക്കി തന്നില്ലേ, അത് ഈ ആന്റി എടുത്ത് കുടിച്ചു. അയ്യേ, എന്താ അമ്മ ഇത്? നാണം ഉണ്ടോ നിങ്ങൾക്ക്? അത് തന്നെ എന്റെയും ചോദ്യം. നിനക്ക് വേണ്ടി ഉള്ളതായിരുന്നെങ്കിലേ ഈ ഗ്ലാസ്സിൽ പേരെഴുതി ഒട്ടിക്കായിരുന്നില്ലേ? ഏ ഞാൻ കരുതി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നോ, അതുകൊണ്ട് ഞാനെടുത്ത് കുടിച്ചു. അല്ല, ഞാൻ ജ്യൂസ് എടുത്തപ്പോ നീ അടുക്കള ഉണ്ടായിരുന്നല്ലോ, അപ്പൊ വാ തുറന്ന് പറയായിരുന്നില്ലേ? അത് പിന്നെ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഓ, അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഒരാൾ അടുത്ത് വന്ന നീ അറിയില്ലേ? കണ്ണൂർന്ന് നോക്കാലോ. ഇങ്ങനൊരു മോഷ്ടാവ് വരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. മോഷ്ടാവുന്നോ? എടീ, സൂക്ഷിച്ച് സംസാരിക്കണം. അല്ല, നീയേ പ്രാർത്ഥിക്കായിരുന്നു പറഞ്ഞല്ലോ. ഈ അടുക്കളയും പൂജാമുറിയും തമ്മിൽ മാറിപ്പോയതാണോ? ഞാൻ എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് ജ്യൂസ് മുന്നിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാ. അതായത് നീ കണ്ടടച്ച തക്കം നോക്കി ഈ അമ്മ അതെടുത്ത് കുടിച്ചു. കൊള്ളാം അമ്മേ, കൊള്ളാം കൊള്ളാം. പക്ഷേ നീ എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാറുണ്ടെന്നല്ലേ പറഞ്ഞേ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. നീ കാണാത്തത് എന്റെ കുറ്റമാണോ? ദേ, നീ മിണ്ടാതിരിക്കുന്നത് നല്ലത്. ഇതിനൊക്കെ കാരണം നീയാ. ഞാനോ? ഞാൻ എന്ത് ചെയ്ത്? ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ലല്ലോ. അല്ല, ഇതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഈ ജ്യൂസ് കട്ടുപിടിച്ചതല്ലേ? ജ്യൂസ് കട്ടുപിടിച്ചെന്നോ? ഞാനോ? ആ അതെ, ഇത് കട്ടുപിടിച്ചത് തന്നെയാ. അല്ല, ഇതിനെന്തായാലും ഒരു പരിഹാരം വേണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനെ വിളിക്കാം. വേണ്ട, അച്ഛനൊന്നും വിളിക്കണ്ട. വർഷേ, നിനക്ക് പപ്പായ ജ്യൂസ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം. അതിന് പപ്പായ എവിടെയാ? ബാക്കി വന്ന പീസ് എടുത്തല്ലേ ജ്യൂസ് അടിച്ചത്. ഒരു ഗ്ലാസ് ജ്യൂസിന് വേണ്ടി ഇങ്ങനെ അടി ഉണ്ടാക്കല്ലേ, അതും അമ്മയോട്. കണ്ണിച്ചോരില്ലാത്തവനെ, മിണ്ടാതിരിക്കുന്നേ നിനക്ക് നല്ലത്. ഞാൻ കഷ്ടം. ആന്റി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോറി. അമ്മേ, അത് വിട്. അവള് പറഞ്ഞൊന്നും കാര്യാക്കണ്ട. ഓ, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങ് കാര്യാക്കും. ഒന്ന് പോടി അവിടുന്ന്. നിന്റെ നെകളിപ്പ് ഞാൻ നിർത്തി തരുന്നുണ്ട്. സമയാവട്ടെ. രേവതി, നീ വന്നേ. പോവോ? കഷ്ടം അമ്മേ, എത്ര വയസ്സായി അമ്മയ്ക്ക്? അതിന്റെ ഒരു പക്വതെങ്കിലും കാണിച്ചൂടെ? നാണക്കേട് തന്നെ, വേറൊരാളുടെ ജ്യൂസ് എടുത്ത് കുടിക്കുക. കേട്ടിട്ട് എന്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോവാ. എല്ലാരും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ എന്റെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നവനാ. ഇപ്പോ അവരുടെ ഭാഗം ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നു. എന്നോട് സ്നേഹമില്ലാത്ത പോലെയാണല്ലോ പെരുമാറുന്നത്. ആ ഏലസ് കെട്ടിയതിന് ശേഷം ഇങ്ങനെ. ഇനി സ്വാമിക്ക് എങ്ങാനും ഏലസ് മാറിപ്പോയോ? ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നാളെ നേരം പുലരുന്നതിന് മുന്നേ ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. എന്താ ചെയ്യാ? ഉയരത്തിനടുത്ത് ചാടിയാലോ? അത് വേണ്ട, കൈയും കാലും ഒടിയും. തലയടിച്ച് വീണ ചിലപ്പോ മരിച്ചു പോവും. വേറെ എന്താ ഒരു വഴി? Escape.
അപ്പൊ എന്തിനാ എന്നെ കണ്ടപ്പോ കയറി കിടന്നേ? കിടക്കയിൽ വീണുടനെ ആരും ഉറങ്ങി പോവില്ല. നീ ഉറക്കം നടിക്കല്ലേ. എഴുന്നേക്ക്, എഴുന്നേക്കാന്നല്ലേ പറഞ്ഞ ശ്രീകാന്ത്, എഴുന്നേക്ക്. എന്താ നിന്റെ പ്രശ്നം? നീ തന്നെ എന്റെ പ്രശ്നം. ഞാൻ ഇന്ന് കൊല്ലും. നിന്നെ ഞാൻ ശരിയാക്കി തരാം. നീ എന്നെ കൊല്ലുവോ? നീ ചെയ്ത മഹാപാപത്തിന് നിന്നെ കൊല്ലണം ശ്രീകാന്ത്. ഞാൻ എന്ത് മഹാഭാവം ചെയ്തു നീ പറയുന്നേ? എനിക്ക് ഭ്രാന്ത് പിടിച്ചോ? അതേടാ, എനിക്ക് ഭ്രാന്താ. എന്ത് പാപം ചെയ്തേന്നോ നീ ഒന്ന് ഓർത്തു നോക്ക്, അപ്പൊ അറിയാം. ഞാൻ ഞാൻ ഒരു മഹാപാപം ചെയ്തിട്ടില്ല. നിനക്ക് വട്ടാണ് വട്ട്. ദേ, എനിക്ക് ഉറങ്ങണം. എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കരുത്, കേട്ടല്ലോ? ഉറങ്ങ്. എന്റെ ഉറക്കം കളഞ്ഞല്ലോ. നീ സുഖമായിട്ട് ഉറങ്ങ്. നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന? പോയി ഫുഡ് കഴിക്ക്. ഇതുവരായിട്ട് സുധി എന്നെ വിളിച്ചില്ലല്ലോ. അവൻ നിന്നെ വിളിക്കാറില്ലല്ലോ. നീ മറന്നോ? സുധിയുടെ കയ്യിൽ ഏലസ് കെട്ടിയിരിക്കല്ലേ. ഏലസ് വർക്കാവുന്നുണ്ടെങ്കിൽ സുധിയുടെ അമ്മയോട് വഴക്കിട്ടിട്ട് എന്നെ വിളിക്കേണ്ടതല്ലേ? നീ കണ്ടത് വല്ല ആസാമിയായിരിക്കും. ഞാൻ കണ്ട സ്വാമി വളരെ പ്രശസ്തനായിട്ടുള്ള ആളാ. ശക്തിയുള്ള സ്വാമിയാ അത്. ചിലപ്പോ സമയം എടുക്കുമായിരിക്കും. സുധിയുടെ അമ്മ നിന്നെ അവനിൽ നിന്ന് അകറ്റാൻ വേണ്ടി അവന്റെ കയ്യിൽ ഏലസ് കെട്ടിയിരുന്നില്ലേ? ചിലപ്പോ നീ കെട്ടിയ ഏലസിനേക്കാൾ ശക്തി ആ ഏലസിനായിരിക്കും. അതിനൊന്നും ഒരു സാധ്യതയില്ല. ഞാനിതൊക്കെ സ്വാമിയോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടാ ആ ഏലസ് പൂജിച്ചു വാങ്ങിയത്. എന്തായാലും നീ നാളെ ഷോറൂമിൽ ചെന്ന് അവനെ ഒന്ന് കാണ്. അപ്പൊ അറിയാലോ അവൻ നിന്നോട് അടുക്കാണോ അതോ അകലെയാണോ എന്ന്. സുധിയുടെ അമ്മയെ വിട്ടിട്ട് എന്റെ അടുത്തേക്ക് വരുന്ന തന്നെ എന്റെ വിശ്വാസം. നാളെ ചെന്നൊന്ന് കാണണം. ഇപ്പോഴാ ഓർമ്മ വന്ന്. ഡാൻസ് കളിച്ചപ്പോ ഒരു പെണ്ണിന് അബോഷനായിട്ടുണ്ട്. അവൾ അതിനെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അതെന്താ രേവതി ഒന്നും അറിയാത്ത പോലെ? വർഷ പ്രഗ്നന്റാ. പ്രഗ്നന്റോ? അതെ. സത്യം? വർഷ പ്രഗ്നന്റാ. സർപ്രൈസ് തരാൻ വേണ്ടിട്ടല്ല പ്രഗ്നന്റ് ആയ കാര്യം വർഷം പറയാതിരുന്നത്.
വയറ്റിലുള്ള കുഞ്ഞിനെ നമ്മളാരും അറിയാതെ ഇല്ലാതാക്കാൻ വേണ്ടിയാ. പപ്പായ ജ്യൂസ് കുടിച്ചതും പാതിരാത്രി ഡാൻസ് കളിച്ചതൊക്കെ അതിനു വേണ്ടിയിട്ടായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദേ, നമ്മൾ ഇപ്പോഴും അവളുടെ കൂടെ തന്നെ വേണം. അവളെ ശ്രദ്ധിക്കണം.